ഇപ്പോൾ ഈ കേസിൻ്റെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ജോസഫ് മാത്യു ഇപ്പോൾ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട്. ജോസഫ് മാത്യു, ഇപ്പോൾ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് 29ഓളം കർഷകരുടെ, നേരത്തെ താങ്കൾ നമ്മളന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു ആശങ്ക തന്നെയാണ്, കർഷകർക്ക് വലിയൊരു ബാധ്യതയായി ഇത് മാറുന്നൊരു സാഹചര്യം ഉണ്ടാകുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അത് നമ്മൾ പല രീതിയിൽ ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. ഇപ്പോൾ നിലവിൽ 29 കർഷകരുടെ അപ്പീലാണ് തള്ളിയിരിക്കുന്നത്. ഇനി നിയമ നടപടികളിലേക്ക് നീങ്ങുന്നു എന്നാണ് പറയുന്നത്. ഈ കർഷകർ എങ്ങനെയാണ് ഈ വലിയ മരം കൊള്ളയ്ക്ക്, ഈ അഗസ്റ്റിൻ സഹോദരന്മാർ നടത്തിയ വലിയ മരം കൊള്ളയ്ക്ക് കർഷകർ ഇപ്പോൾ ഇരയാകാൻ പോവുകയാണ്? അതിൻ്റെ നിയമവശവും സാങ്കേതിക വശവും എന്താണ്? കർഷകർ, ഞാൻ ഇത് നേരത്തെ പറഞ്ഞു, ഈ കേസിന്റെ തുടക്കം മുതലേ തന്നെ പറഞ്ഞിരുന്നു, ഇത് ഒരു നാൾ ഇത് കർഷകർക്ക് വലിയ വിനയായി സംഭവിക്കും എന്ന് പറഞ്ഞിരുന്നു. കാരണം കർഷകർക്ക് നോട്ടീസ് അയച്ച് ഇപ്പോൾ പറയുന്ന ഇതിനകത്ത് 2023 പിന്നെ റവന്യൂ മന്ത്രിയും അതുപോലെ രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കൾ എല്ലാവരും പറയുന്നത്, ആയി വാർത്തകൾ വന്നിരുന്നു പത്രങ്ങളിലൊക്കെ, കർഷകരിൽ നിന്ന് ഈടാക്കില്ല, കർഷകരെ ഒഴിവാക്കും എന്ന് പറഞ്ഞു. പക്ഷേ കർഷകരെ ഒഴിവാക്കും എന്ന് പറഞ്ഞാൽ ഈ ലാൻഡ് കൺസർവൻസി ആക്ട് പ്രകാരം ഭൂ ഉടമകളെ എങ്ങനെ ഒഴിവാക്കാൻ കഴിയും? അതിന് ഒരു വ്യക്തമായ ഉത്തരവ് എവിടെയും വന്നിട്ടില്ല. ഞാൻ ലാൻഡ് റവന്യൂ കമ്മീഷണർ ഇത് സംബന്ധിച്ച് ഉത്തരവ് ഇറക്കിയിട്ടുണ്ടോ, കർഷകരെ ഒഴിവാക്കിക്കൊണ്ട് വല്ല ഉത്തരവും ഇറക്കിയിട്ടുണ്ടോ എന്ന് ഇവിടെ ജില്ലയിലെ റവന്യൂ അധികൃതരോട് ചോദിച്ചപ്പോൾ ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ പിഴ ചുമത്തിയിരിക്കുന്നത് 2020, ഈ പിഴ എന്നോ ചുമത്തിയതാണെന്നറിയോ, വളരെ നേരത്തെ ചുമത്തിയിരിക്കുന്നതാണ് ഈ പിഴ. അപ്പൊ ഈ പിഴ ഇനിയിപ്പോ പിഴ അടയ്ക്കുക എന്നുള്ള നടപടിയായി കൊടുത്തു. ഇവർ കർഷകരാരും അപ്പീൽ പോയിട്ടില്ല. അപ്പീൽ എന്ന് പറഞ്ഞത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇന്നലെയൊക്കെ പത്രങ്ങളിൽ വാർത്ത വന്നിരുന്നു, കണ്ടില്ലേ? അപ്പീൽ 29 പേരും അപ്പീൽ കൊടുക്കേണ്ടതായ രീതിയിലല്ല അപ്പീൽ കൊടുത്തത്, പ്രോപ്പറായ രീതി, അതായത് ദാറ്റ് മീൻസ് നോ അപ്പീൽ. അപ്പൊ ഇതിന്റെ ടൈമും കഴിഞ്ഞു. ഇനി നിയമപരമായി കർഷകരിൽ നിന്ന് ഈ പൈസ വസൂലാക്കുക എന്നുള്ളതാണ് റവന്യൂവിലെ ഉദ്യോഗസ്ഥന്മാർക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ജോസഫ് മാത്യു സാർ, ഇത് താൽക്കാലികമായി, ഇപ്പോൾ തൽക്കാലത്തേക്കെങ്കിലും അടിയന്തരമായി ഈ ഭൂമി ഇവരുടെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയുണ്ട്. വലിയ മരങ്ങളാണ്, നമ്മളന്ന് കണ്ടതൊക്കെ വലിയ വലിയ വീതിയുള്ള വണ്ണമുള്ള മരങ്ങളൊക്കെയാണ്. വലിയൊരു തുകയാണ് ഇതിന് കണക്കാക്കപ്പെടുകയും ചെയ്യുക. അത് ഒരു വലിയൊരു സാമ്പത്തിക ബാധ്യതയായി മാറുന്നൊരു സാഹചര്യവും സ്വാഭാവികമായും ഭൂമി അറ്റാച്ച് ചെയ്യുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും കർഷകരെ ഇപ്പൊ ഇത് കണ്ടു, ഈ നോട്ടീസ് വന്നതിൽ ഇപ്പൊ ഞാൻ ഏഷ്യാനെറ്റിന്റെ ഒരു ചർച്ചയിൽ ഒരു കർഷകരിൽ ഉൾപ്പെട്ട, അതും ഒരു ആദിവാസി കർഷകൻ, അദ്ദേഹം പറയാണ്, എനിക്ക് 80 ലക്ഷം രൂപ അടയ്ക്കാനാണ് നോട്ടീസ് വന്നിരിക്കുന്നത്. അതായത് 3 ഇരട്ടിയാണ് KLC പ്രകാരം ഫൈൻ ഇമ്പോസ് ചെയ്യുമ്പോൾ. 25 ലക്ഷത്തിന്റെ ആണെങ്കിൽ അത് 80 ലക്ഷത്തിലേക്ക് എത്തുകയാണ്. 80 ലക്ഷം രൂപ അടയ്ക്കാൻ അദ്ദേഹത്തോട് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ അടിയന്തരമായി, ഇപ്പോൾ ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ചോദിക്കുകയാണ്, അടിയന്തരമായി ഇപ്പോൾ കർഷകർക്ക് ചെയ്യാവുന്ന വഴി എന്താണ്? ഈ തുക അടയ്ക്കാൻ സാധ്യമല്ല, 80 ലക്ഷമൊന്നും സാധ്യമായി അടയ്ക്കാൻ പറ്റുന്ന ഒരാൾക്കാരല്ലല്ലോ ഇവർ. കർഷകർക്ക് ഇപ്പോൾ ഒന്നും നിലവിൽ നിയമപരമായിട്ട് ഇപ്പോൾ അവർക്കൊന്നും ചെയ്യാനുള്ള ഒരു നിസ്സഹായ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അടിയന്തരമായി സർക്കാരിന്റെ ഇടപെടൽ എന്തെങ്കിലും ഉണ്ടാകാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും. ഇതിനകത്ത് ഈ റവന്യൂ സെക്രട്ടറി, ലാൻഡ് റവന്യൂ സെക്രട്ടറി എന്തിനു പറയുന്നു, കേരളത്തിന്റെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആയിരിക്കുന്ന ഡോക്ടർ ജയതിലക്, അദ്ദേഹം മറുപടി പറയട്ടെ. കേരളത്തിന്റെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലക്, അദ്ദേഹം തന്നെ മറുപടി പറയണം. കാരണം അദ്ദേഹമാണ് ഇതിന്റെ A to Z കാര്യങ്ങൾ. ഇന്നലെ ഇപ്പൊ ഈ നോട്ടീസ് വന്നിരിക്കുന്ന വിവരം വരെ അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തിന്റെ അറിവോടുകൂടി തന്നെയാണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത്. അവിടുന്ന് ഒരു ഉത്തരവിടത്തെ, തൽക്കാലം കർഷകരിൽ നിന്ന് ആരിൽ നിന്ന് ഈടാക്കണ്ടെന്ന് ഉത്തരവിടത്തെ, ഇല്ലെങ്കിൽ ഇവിടുത്തെ താഴത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് എന്ത് ചെയ്യാൻ കഴിയും?